വയനാട്ടിലെ മേപ്പാടി മുണ്ടക്കയിലും ചുരൽമലയിലും ഉണ്ടായ വൻ ഉരുൾപൊട്ടലിൽ 19 പേർ മരിച്ചു. മരിച്ചവരിൽ 3 കുട്ടികളും ഉൾപ്പെടും. നിരവധി പേരെ കാണാതായി. ഉരുൾപൊട്ടലിൽ മരിച്ചവരിൽ ഒരു വിദേശിയും ഉൾപ്പെടുന്നതായി റിപ്പോർട്ടുകളുണ്ട്. മുണ്ടക്കൈ, അട്ടമല, ചൂരൽമല എന്നിവിടങ്ങളിലാണ് ദുരന്തമുണ്ടായത്. ചൂരൽമലയിൽ നിന്നും 11 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ഉരുൾപൊട്ടലിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ 33 പേർ ചികിത്സ തേടിയിട്ടുണ്ട്. കൂരിപ്പാലയിൽ നിന്നും 3 വയസ്സുള്ള കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തു. ചാലിയാർ പുഴയിൽ 3 മൃതദേഹങ്ങളും കരയ്ക്കടിഞ്ഞു. പാലം തകർന്നതോടെ മുണ്ടക്കൈയും ചൂരൽമലയും ഒറ്റപ്പെട്ടു. ഉരുൾപൊട്ടലിനെ തുടർന്ന് 400ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. നിരവധി വീടുകൾ ഒലിച്ചുപോയി. മുണ്ടക്കൈയിൽ മാത്രം 300ഓളം കുടുംബങ്ങളെയാണ് ഉരുൾപൊട്ടൽ ബാധിച്ചത്. മുണ്ടക്കൈ ട്രീ വാലി റിസോർട്ടിൽ 100ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. കുടുങ്ങിയവരിൽ വിദേശികളും ഉൾപ്പെട്ടതായി സംശയമുണ്ടെന്ന് ടി സിദ്ദിഖ് MLA വ്യക്തമാക്കി. 10 തോട്ടം തൊഴിലാളികളെ കാണാതായതായി ഹാരിസൺ അറിയിച്ചു. ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിച്ചിരുന്ന വെള്ളാർമല സ്കൂൾ മുങ്ങി. ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള പാലം ഒലിച്ചുപോയതിനാൽ അവിടേക്ക് എത്തിപ്പെടാൻ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 20-അംഗ സംഘം മുണ്ടക്കൈയിലേക്ക് പോയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിനായി വ്യോമസേന ഹെലികോപ്റ്റർ വയനാട്ടിലെത്തും. കോഴിക്കോട് ജില്ലയിലെ മഞ്ഞച്ചീലി, മാടഞ്ചേരി, പാനൂം എന്നീ ഭാഗങ്ങളിൽ ഉരുൾപൊട്ടലും നാശനഷ്ടവും ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്. പാലക്കാട് ഇരട്ടക്കുളത്തിന് സമീപം പയ്യക്കുണ്ടിൽ ഉരുൾപൊട്ടലുണ്ടായി. മംഗലം ITC പരിസരം വെള്ളത്തിലായി.